നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിപ്പ്. അങ്ങനെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു. ഞാൻ സിനിമ കണ്ടത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂര് AMB സിനിമാസ് എന്നാണ്. ഫസ്റ്റ് തിയേറ്ററിനെ കുറിച്ച് പറയാം. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്റർ. ഒന്നാമത്തെ കാര്യം, ഒരു 65 ഇഞ്ച് നീളവും ഒരു 27 ഇഞ്ച് വീതിയുള്ള ഗംഭീര സ്ക്രീൻ. അതും എന്താ പറയാ, സ്ക്രീൻ 6 ആയിരുന്നു. അതൊരു ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ആണ് ആക്ച്വലി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോൾബി 4K വിഷൻ, അതായത് ഡ്യുവൽ 4K വിഷൻ ആണ് സ്ക്രീനിങ്. പ്ലസ് എന്താ പറയാ, ഒരു ഡോൾബി അറ്റ്മോസ് സറൗണ്ടഡ് സൗണ്ടും. ഒരു 1,500 പേർക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം ലൈക്ക് എക്സ്പീരിയൻസ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. അതുകൊണ്ട് തന്നെ നമ്മുടെ FRK വ്ളോഗ്സിലെ മച്ചാനാണ് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇന്ത്യയിൽ തന്നെ 4 5 കഷ്ടിയുള്ളൂ തിയേറ്റർ ഇങ്ങനത്തെ. ഒന്ന് ഹൈദരാബാദിലുണ്ട്, അല്ലു അർജുന്റെ, പിന്നെ പൂനെയാന്ന് തോന്നുന്നു, പിന്നെ ഒന്ന് തമിഴ്നാട്ടില്, പിന്നെ ബാംഗ്ലൂര്. അങ്ങനെ ഒരു 4 5 സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഗംഭീര ഒരു തിയേറ്ററിലിരുന്ന്, അതായത് തിയേറ്റർ അല്ല, ഒരു സ്റ്റേഡിയം ലൈക്ക് എക്സ്പീരിയൻസിൽ നമുക്ക് സിനിമ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അടുത്തത് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി. അത്രയും ഗംഭീര ഒരു വാവ് എന്നതിനേക്കാൾ ഉപരി ഒരു 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 എന്താ പറയാ, ഒരു ആക്ച്വൽ ഒരു സ്പൈഡർമാന്റെ ഒരു കുട്ടിക്കളി മാറിയിട്ട് പക്ക ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ. അത് ഒരു ഇത് ശരിക്കും ഇവരുടെ എന്താ പറയാ, ഇവരുടെ മേക്കേഴ്സ് തന്നെ പറയുന്നത് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആണ്. അടുത്ത ഒരു ട്രിലജിയുടെ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഈ സിനിമ അവര് വെക്കുന്നതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ഈ സിനിമ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ ഒരു സ്പൈഡർമാന്റെ ഒരു കുട്ടിക്കളിയൊക്കെ പഴയ നമ്മുടെ സ്പൈഡർമാന്റെ ഫുൾ 3 സീരീസിലാണെങ്കിലും ഫസ്റ്റത്തെ ഒരു സീരീസിൽ കുറച്ച് സീരിയസ്നെസ് ഉണ്ട്. സെക്കൻഡ് വന്നപ്പോഴും പിന്നെ തേർഡ് വന്നപ്പോഴും ആദ്യത്തെ കുറച്ചൊരു തേർഡ് പാർട്ട് മൂവികളെല്ലാം കുറച്ച് കുട്ടിത്തണ്ടായിരുന്നു മൂപ്പർക്ക്. പക്ഷേ ഈ സിനിമയിൽ വരുമ്പോൾ അതൊക്കെ മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്നാപ്പിൽ മറ്റേ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ലിലെ എല്ലാ കാര്യങ്ങളും, ഈ പീറ്റർ പാർക്കറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാവരും മറന്നുപോയല്ലോ. ആകെ ഓർമ്മയുള്ള സ്പൈഡർമാൻ മാത്രമാണ്. അപ്പോ ഈ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞ ഒരാള് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ലോകത്തിനൊരു പ്രശ്നമല്ല, ഫ്രണ്ട്സിനൊരു പ്രശ്നമല്ല, കുടുംബക്കാരും ഇല്ല. ഉണ്ടായിരുന്നത് ഒരു ആന്റി ആയിരുന്നു, മരിച്ചുപോയി. അപ്പൊ അങ്ങനെയൊക്കെ വന്ന സമയത്ത് പുള്ളി ആകെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആണോ എന്നറിയില്ല. ഡിപ്രഷൻ സ്റ്റേജ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ്. പക്ഷെ പുള്ളിക്ക് ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് കുറെ ആ സിറ്റിയിൽ ഉണ്ടാവുന്ന കേസസ് ആണ്. അപ്പൊ കേസസ് പുള്ളി എല്ലാം തെളിയിച്ച് ആ പോലീസുകാരുടെ അടുത്ത് കുറച്ച് നീറ്റായിട്ട്, അതായത് ഒരു മാസ്ക്ഡ് വിജിലാൻറ്റി, അത് മാത്രമാണ് പുള്ളിക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കാറ്റഗറിയിൽ കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതായത് അങ്ങനത്തെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര സാഡി സ്പൈഡർമാൻ അങ്ങനെ വേണം പറയാൻ. പക്ഷേ സാഡി സ്പൈഡർമാൻ വന്നുകൊണ്ട് തന്നെ കോളേജ് കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കിയാണ് കാണിച്ചേക്കണേ. പുള്ളി കൂടുതലും ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്രൈമുകൾ കണ്ടുപിടിക്കാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ്. പിന്നെ എന്താ പറയാ, ആളുടെ ഒരു പുള്ളിയുടെ സ്യൂട്ട് പോയിട്ടുണ്ട്. അപ്പൊ പുതിയൊരു സ്യൂട്ട് പുള്ളി തൽക്കാലത്തേക്കൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഒരു കണക്കിന് വെച്ചേക്കാണ്. ടോണി സ്റ്റാർക്കിന്റെ ടെക് ഉണ്ട്. ടെക് എന്ന് പറയുന്നത് മറ്റേ എന്താ പറയാ, AI ടെക്നോളജി ഉണ്ട്. അത് വെച്ചിട്ട് പുള്ളിനെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്പൈഡർമാൻ. അങ്ങനെയാണ് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചേക്കുന്നത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ കുറെ ആക്ഷൻ സീക്വൻസുകളുണ്ട്. ആക്ഷൻ ബിറ്റുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചെന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. പിന്നെ പുള്ളിയുടെ കുറച്ച് ശോകം കാണിക്കുന്നുണ്ട്. അതുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ടു, ആരും അറിയില്ല, ആർക്കും അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഭീകരമാണ്. അപ്പൊ പുള്ളിയിലേക്ക് തന്നെ ഒതുങ്ങി കുറച്ചും കൂടി എന്താ പറയാ, പുറത്തോട്ടും ഇറങ്ങാതെയും പുള്ളി ആള് ഇറങ്ങുന്നത് തന്നെ എന്തെങ്കിലും ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രൈം ഒന്ന് പോലീസുകാരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഇപ്പൊ പുള്ളിക്കുള്ളൂ. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ത്രെട്ട് വരുന്നതും ആ ത്രെട്ടിനെ എങ്ങനെ പുള്ളി മാനേജ് ചെയ്യുന്നു, അതൊക്കെയാണ് സിനിമ മെയിൻ ആയിട്ട് പറയുന്നത്.
ഇതിനകത്ത് എന്നെ ഞെട്ടിച്ച ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സാഡി സിംഗ് ആണ്. സാഡി സിംഗിന്റെ ജീൻ ഗ്രേ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഞെട്ടുന്ന ക്യാരക്ടറായിരുന്നു. പക്ഷെ എന്താ പറയാ, പടത്തിൽ വേറെ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ഒന്നാമത് മറ്റേ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു മാഡം ഉണ്ട്. അവരൊക്കെ അടിപൊളിയാണ്. അവരൊന്നും ഒന്നുമില്ല എന്നല്ല. പിന്നെ ഫ്ലോറൻസ് പ്യൂ ഉണ്ട്, മറ്റേ ബ്ലാക്ക് വീഡോ ആയിട്ട്. പിന്നെ MJ ഉണ്ട്. അവരെയൊക്കെ ക്യാരക്ടേഴ്സിനെ ഒരു പടിക്ക് കടത്തി വെട്ടിക്കൊണ്ട് സാഡി സിംഗിന്റെ ജീൻ ഗ്രേ ഞെട്ടിച്ചു കളഞ്ഞു. ഞാന് വേറെന്തൊക്കെയോ പ്രതീക്ഷയായിരുന്നു വന്നിരുന്നത്. ജീൻ ഗ്രേ ചിലപ്പോ വേറെ ഏതെങ്കിലും ക്യാരക്ടറൊക്കെ ആയിരിക്കും നയിച്ചത്. പക്ഷെ ഈ എന്താ പറയാ, സാഡി സിംഗ് വേറെ ഏതെങ്കിലും ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ജീൻ ഗ്രേ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗംഭീരമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട 2 പേര്, ഒന്ന് ജോൺ ബ്രന്താള് ഫ്രാങ്ക് കാസ്ലും, പിന്നെ രണ്ടാമത്തെ ആള് മാർക്ക് റുഫാലോന്റെ ഹൾക്കും. അയ്യോ, അതായത് നമ്മുടെ ഒരു റാഗ്നറോക്കിലെ ഹൾക്ക്, സ്മാഷിങ് ഹൾക്ക് വരുന്നുണ്ട്. ആ സാധനം തിരിച്ചു വന്ന് ഒരു കുറച്ച് സീൻ അങ്ങോട്ട് നിന്ന് പെട്ടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഒരു ഹൾക്കിന്റെ ഒരു പ്യൂറസ്റ്റ് ഫോം ഉണ്ടല്ലോ, അതിന്റെ ഒരു എൻട്രി, എന്റെ മോനെ, തിയേറ്ററിൽ ഞെട്ടി, എല്ലാവരും ഞെട്ടി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു. കുറച്ച് സീൻസേ ഉള്ളൂ പുള്ളിക്ക്, പക്ഷെ ആ സീനുകൾ ഉണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പണിഷറിന്റെ ആദ്യമായിട്ടാണ് പണിഷർ ഇത്ര സീരിയസ് ആണ് ആക്ച്വലി പുള്ളി. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ട്, കുറച്ചും കൂടി ഹ്യൂമെയിൻ ആയിട്ട് കണ്ടത് പണിഷറിന് കുറെ ട്രോമാസ് ഉണ്ടെങ്കിലും പക്ഷെ ഒന്ന് ചിരിച്ചൊക്കെ കാണാന്ന് പറയുന്നത് ഈ സിനിമ. ഗംഭീര ആക്ടിങ് ആയിരുന്നു. എല്ലാവരും, ആക്ടേഴ്സ് എല്ലാവരും ഒന്നിനൊന്ന് വെച്ചെന്ന് പറയാലോ. പിന്നത്തെ കാര്യം ഡയറക്ടറാണ്. ഡയറക്ടർ ഒബ്വിയസ്ലി ഷാങ്ചിയുടെ ഡയറക്ടറാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗംഭീര വിഷ്വൽസ് ആയിരുന്നു, അടിപൊളി വിഷ്വൽസും. പോരാത്തതിന് ഇതുവരെ ബാക്കിയുള്ള സിനിമകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ടൈപ്പ് വിഷ്വൽസ് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാനുള്ളത്. കാരണം ഈ ബാക്കിയുള്ള സിനിമകളിലൊക്കെ നമ്മൾ റാൻഡം വിഷ്വൽസ് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈ സ്പൈഡറിന്റെ കാര്യങ്ങളും പുള്ളി എന്താ പറയാ പോകുന്നതും ഓരോരോ കാര്യങ്ങൾക്കും, അതിനെയൊക്കെ മാറ്റി നിർത്തി ഒരു പുതിയ വിഷ്വൽ പാറ്റേൺ കൊണ്ടുവരാന്ന് വെച്ചാൽ അത് കുറച്ച് പാടാം. അപ്പൊ ഈ ഒരു വിഷ്വൽ പാറ്റേൺ പുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര റിഫ്രഷിങ് ആണ്. പിന്നെ അതിന്റെ ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കുറെ ഏരിയാസ് നമുക്ക് VFXന്റെ മനസ്സിലാവും, ഗ്രീൻ സ്ക്രീൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. പ്രത്യേകിച്ച് പറക്കുന്ന സീനുകളും എല്ലാം, പറക്കുന്ന മീൻസ് ഇൻ ദ സെൻസ് ഈ എന്താ പറയാ, ഈ സ്പൈഡർ വെബിൽ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ ഹാങ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, അതെല്ലാം കുറെ സീനുകൾ, അതായത് പുള്ളി ഒറ്റയ്ക്കുള്ള സീനുകളെക്കാൾ കൂടുതൽ MJ ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പിടുത്തം കിട്ടും. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെ ഗ്രീൻ സ്ക്രീനിന്റെ ഫ്രണ്ടിലാണല്ലോ ഇവരെന്നുള്ളൊരു. പക്ഷെ അതൊന്നും സിനിമയുടെ ഒരു ആസ്വാദനത്തെ ബാധിക്കില്ല കേട്ടോ. ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ് പടം ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തിയേറ്റർ വാച്ച് ആയിട്ട് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ബെറ്റർ വാച്ച് ഇൻ എപ്പിക് എന്നാണ്, എപ്പിക് ഫോർമാറ്റ് ആണ് അവർ പറയുന്നത്. ഒഫീഷ്യലി എപ്പിക് ഫോർമാറ്റിലാണ് പടം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡോൾബി കാണാൻ പറ്റുന്നവർ ഡോൾബി കാണുക. എപ്പിക്കാണ് കുറച്ചും കൂടി, എപ്പിക് കിട്ടുകയാണെങ്കിൽ എപ്പിക് കാണുക. കാരണം ഇതിപ്പോ ഒഡീസി റിലീസ് ആയതുകൊണ്ട് അവര് ഐമാക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് വേണ്ടാന്ന് വെച്ചേക്കാം. 2D ഉണ്ട്, 3D ഉണ്ട്. 3D എപ്പിക്കാണ് കുറച്ചും കൂടി ബെറ്റർ. അതുപോലെ തന്നെ ആരെങ്കിലും എന്താ പറയാ ബാംഗ്ലൂരോ അങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ AMV സിനിമാസ് കവാലി വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ഒരു മസ്റ്റ് വാച്ച് ഐറ്റം ആയിട്ടാണ് തോന്നിയത്. അതും ഗംഭീര എക്സ്പീരിയൻസ്. തിയേറ്റർ വൈസ് ആണെങ്കിലും എവ്രിതിങ് വാസ് അടിപൊളിയായിരുന്നു. അപ്പൊ ഇതായിരുന്നു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ എന്റെ റിവ്യൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ.